ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നാനോ VNA എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അനലൈസറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ബേസിക്കലി ഞാൻ നമ്മുടെ ബാങ്ക്വുഡ് എന്ന് പറയുന്ന സൈറ്റ് വഴി നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ പ്രതീക്ഷയിൽ ഒത്തിരി നേരത്തെ ഇത് എത്തി കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ഒരു 30-40 ഡേയ്സൊക്കെ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഓർഡർ ചെയ്തൊരു 10-15 ദിവസത്തിനകത്ത് കിട്ടി. അപ്പോൾ ഞാനിത് തുറന്നിട്ടില്ല, ഫസ്റ്റ് ടൈം അൺബോക്സിംഗ് ആണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഇത് നമ്മുടെ ഒരു ബാങ്ക്വുഡിൽ നിന്ന് നമുക്ക് വന്ന ഒരു കൺസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഈ കൺസൈൻമെൻറ്റിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ലെയർ ഓഫ് സ്റ്റിക്കറാണ് നോക്കിക്കേ. 1 2 3 4 4 ഉള്ളത്. അപ്പോൾ ഇത്രയും ലെയർ ഓഫ് സ്റ്റിക്കേഴ്സ് ഇവർ ഓൾറെഡി നമുക്ക് ഇത്രയും പാർട്ടികളുടെ കൈമാറിയിട്ടാണ് ഫൈനലി ഫ്രം ചൈന നമ്മളുടെ ഈ സാധനം ഇവിടം വരെ എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഫർദർ റിവ്യൂ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പം നാനോ VNA H4 ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത മോഡൽ. ഓക്കെ, സോ ബോക്സ് എന്താണ് സംഭവം? ഓക്കെ, ഇതൊരു നാനോ VNA മെനു സ്ട്രക്ചർ. സൂപ്പർ. അപ്പോൾ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലെ നമുക്ക് സാധനം ഇതിനകത്ത് ഉണ്ട്. ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ഒരു സംഭവം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഈ സാധനം തിരിച്ച് നമുക്ക് പാക്കിങ്ങിൽ നിന്ന് കിട്ടിയ പോലെ ആക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് ഇനിയിപ്പോൾ നമ്മുടെ മാത്രം പ്രശ്നമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആയെന്ന് തോന്നുന്നു. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇതാണ് നാനോ VNA. സംഭവം കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല ഒരു സ്റ്റഡി ഫീലിംഗ് ആണ്. കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു USB Type-C പോർട്ട്, പിന്നെ ഒരു സ്വിച്ച്, മൈക്രോ SD സ്ലോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ പോർട്ട് 1 പോർട്ട് 2. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് വേറെ എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കാം. വേറെ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഒരു USB Type-C കേബിളുണ്ട്. Type-C. ഓക്കെ, 2 ലീഡ്സ് വരുന്നുണ്ട്. 2 leads. Then what is this again? USB-C to USB-C type cable. ഒരു pick with again lanyard. And these are dummy loads. Okay, calibration അങ്ങനത്തെ സംഭവത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡമ്മി ലോഡ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇസ് ദിസ്. ഓക്കെ, ലൈറ്റും ബഹളമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ച് ഐ വിൽ കം ബാക്ക് ടു യു വിത്ത് ഫ്യൂച്ചർ വീഡിയോസ്. ഓക്കെ, സോ ഫോർ ദ ടൈം ബീങ് ദിസ് ഇസ് ഇറ്റ്. സോ നാനോ VNA H4, expect more videos from me in terms of how to use this, how to calibrate, etc. Okay, anyway, thank you so much. Thank you for your time.